മറിയക്കച്ചായ ചാമി എത്തി. പീരുമേടുള്ള ഫാദറാ ഈ ന്യൂസ് തന്നത്. ഫാദർ ലൂയിസ്. ഫാദറിന്റെ കോൺടാക്ട് നമ്പർ തരാം. അല്ല, നിങ്ങളുടെ പേരെന്താ? സച്ചി. സച്ചിദാനന്ദൻ. സച്ചി എന്ന് വിളിക്കും. സച്ചിക്ക് എന്നതാ അറിയേണ്ടത്? സക്കറിയന്റെ സുഹൃത്തായിരുന്നു. ഞങ്ങളൊരു ജോലി ചെയ്തിട്ടുണ്ട്. അയാൾക്ക് എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് എ സൂയിസൈഡ്.
എന്നാത്തിനാ അവനും അവളും അത് ചെയ്തെന്ന് ചോദിച്ചാ ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടായിരിക്കും. ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. മൂന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. മൂന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. നാലാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. നാലാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ആറാം തിരുപ്പടി ശരണം പൊന്നണ്ണ. അഞ്ചാം തിരുപ്പടി ശരണം പൊന്നണ്ണ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ആറാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ഏഴാം അയ്യപ്പ തിരുപ്പടി ശരണം അല്ലാതൊരു ശരണമില്ലയ്യപ്പ. അയ്യനെ. അയ്യോ അണ്ണാ തിരിച്ച് സിഗരറ്റ് തിരിച്ച് 10-12 വർഷം കഴിഞ്ഞിട്ടും ഒരു കുറവില്ലല്ലേ? അണ്ണാ അണ്ണൻ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ചുമ്മാ കടിച്ചു നോക്കി കിടക്കായിരുന്നു പറയുന്നത് ശരിയാണോ? പുറത്തുള്ള സംശയക്കണ്ണുകളേക്കാൾ നല്ലത് അകത്തുള്ളവരാണെന്ന് തോന്നി. ഇപ്പൊ തന്നെ ഒരുത്തി തന്നെ ബലമായിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വന്ന ഓ ഒരു ശബ്ദം ഡോക്ടറാ. അണ്ണാ ലൈനാ ഇതൊരൊറ്റ അടി വെച്ചതാണ്ടല്ലോ. പോലീസുകാരനെ നോക്കില്ല. പോലീസുകാരായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. സസ്പെൻഷനില്ല. അറിഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? ലവ് ചെയ്യാതെ എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ ഒരു ജമാലുദ്ദീൻ അടിച്ചോണ്ട് പോയി. അന്ന് രാത്രി എന്നെ പൊക്കി. അവന്റെ വാപ്പന്റെ തിളപ്പ് കണ്ടപ്പോ എന്റെ അണ്ണ എന്റെ കൺട്രോൾ തെറ്റി അവന്റെ കാലം കൂടി തല്ലി ഒടിച്ചു. കേസായി. അവരെല്ലാരും ഒന്നായി. ഞാൻ വർഗീയവാദി. അല്ല 10 കൊല്ലം മുമ്പുള്ള ഈ കേസ് അണ്ണനെങ്ങനെ പറഞ്ഞു? ഇന്നലെ അവന്റെ 10ാം ചരമവാർഷികമായിരുന്നു. അവിടെയുള്ളൊരു ഫാദർ അത് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാ ബംഗ്ലാവ്. എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം അതിനകത്ത് കയറിപ്പെട്ടാൻ. ഞാനും കൂടെ വരാം. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ അന്വേഷണം കൊണ്ടാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ? അറിയില്ല. പക്ഷെ എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. എൻ്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടിയെങ്കിലും. എപ്പോഴാ പുറപ്പെടണ്ടേ? നാളെ തന്നെ. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഡോക്ടർ ഷബിനും. എന്താടാ?
എൻ്റെ സക്രിയയുടെ ജീവിതത്തിലെ ഞാൻ അറിയാതെ പോയ ദുരൂഹമായ അധ്യായം തേടിയുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ജീവിതത്തെ നേരിടാനാവാത്ത ഒരു ഭീരുവിന്റെ മരണമായിരുന്നിരിക്കില്ല അവൻ്റെതെന്നും. എൻ്റെ ഈ യാത്രയിൽ എന്നെ സഹായിക്കാൻ 2 മാരണങ്ങൾ കൂടി കൂടെയുണ്ട്. എന്തിനാ ഈ കറുപ്പിട്ടിരിക്കുന്നേ? അതും ഈ ചൂടത്ത്. നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞിരുന്നേ അവർ ചൂടൊന്നുമില്ലേ? ശനിദോഷം മാറാൻ. ഒരു തീവ്രവാദിയും ഒരു വർഗീയവാദിയും. ഇതൊക്കെ ചാമി പറഞ്ഞറിവാ. ആദ്യം കണ്ടത് അവനാണല്ലോ. അവര് പോയ ശേഷം അവന്റെ സ്വഭാവത്തില് ആകെപ്പാടെ ഏതാണ്ടോ പോലെയാ, ഒരു പിരിവിരിപ്പ്. തോട്ടത്തിന്ന് കൊണ്ടുവന്ന ചുക്ക ഇതുള്ളതുകൊണ്ടാ ഈ കന്നം തിരിഞ്ഞ ചുമ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. ടേസ്റ്റ് ചെയ്യുന്നോ? വേണ്ടച്ചോ. ഏയ് വലിച്ചോ വലിച്ചോ, ഇതിവിടെ നിഷിദ്ധമൊന്നുമല്ല. ചുരുട്ടു വലിക്കരുത്. വലിച്ചാ പിന്നെ എപ്പോഴും കാപ്പി കുടിച്ചോണ്ടിരിക്കേണ്ടി വരും, എന്നെ പോലെ. വലി നിർത്തിയിട്ട് 3 വർഷമായി. അന്നേരം മുതൽ ഈ ചുമയും കൂടെ ഉണ്ട്. നമ്മുടെ ചുരുട്ടുവലി വന്ധ്യപിതാവിന് ഇഷ്ടമല്ല. എന്നാ പിന്നെ അതങ്ങ് നിർത്തിയേക്കാന്ന് വെച്ചു. അതാ കാരണം. അച്ഛോ, ആ വീടിപ്പോ പള്ളിയുടെ വകയാണ്. ആ സക്രിയയും മരിയയും മരിച്ചപ്പോ ആ വീട് പള്ളി അങ്ങ് ഏറ്റെടുത്തു. അതും മറ്റാരെങ്കിലും അവകാശികളുണ്ടോ എന്ന് നോക്കിയിട്ടാ. 1-2 കൊല്ലം നോക്കിയിട്ടും ആരും വന്നില്ല. അന്നൊക്കെ എല്ലാ ദിവസവും ഇവൻ അവിടെ ചെല്ലും, ഈ ചാമിയെ. എന്നിട്ട് അവിടുത്തെ ഓരോന്നും തൂത്തും തുടച്ചും വൃത്തിയാക്കി വെക്കും. അതെന്താ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചാ അവനങ്ങനെ തോന്നി. അതിനിപ്പോ നമ്മളെന്തോ കാരണം പറയാനാ. എന്നിട്ട് ആരോ ഡോക്ടറെ കാണിച്ചില്ലേ? പള്ളിയാ വീട് ഏറ്റെടുത്തപ്പോ ചാമിയോടത്ത് നോട്ടക്കാരനായി അല്ലേ ചു? അതെ, എന്നും ഇവൻ ഇവിടെ വന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ല, ഈ കാത്തലിക്സിന്റെ റിസർച്ച് എന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്നതാണാവോ ഇത്രക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ? കാത്തലിക് മാത്രല്ല അച്ചോ, ക്രിസ്ത്യാനിറ്റി, റിലീജിയൻ കൺവേർഷൻ, ആദിവാസികൾക്കിടയിലുണ്ടായ മതത്തിന്റെ സ്വാധീനം, പിന്നെ പീരുമേടിന്റെ ഇന്നത്തെ വളർച്ചയിൽ കത്തോലിക്ക സഭയുടെ സംഭാവന. അച്ഛനും ഈ പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ റിസർച്ചിൽ. അപ്പൊ കൊള്ളാലോ. എന്നതായാലും ഒരു മുസ്ലിം പെണ്ണ് വന്ന് ഇങ്ങനൊരു തീസിസ് എഴുതി വെക്കുമ്പോ അത് സത്യവാദം മറ്റുള്ളവന്മാരും അങ്ങ് വിശ്വസിച്ചോളൂ, അല്ലയോ പ്രൊഫസറെ? അപ്പോ ഇയാളോ? കുക്ക എന്താ കൈപ്പുണ്യെന്നറിയോ? ആഹാ, എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാ ഇയാളെ എനിക്ക് വേണ്ടതാ. എനിക്ക് അല്പം രുചിയുള്ള ആഹാരമൊക്കെ കഴിക്കാമല്ലോ. അതിനെന്താ, അവിടത്തെ പണി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നോട്ടെ, അല്ലേ സച്ചേട്ടാ? എന്നാ പിന്നെ നിങ്ങൾ വാടകയും തരണ്ട. കുക്കിനുള്ള ശമ്പളം കൊടുക്കാതിരുന്നാ മതിയല്ലോ. ഏത്? എല്ലാ അച്ഛന്റെ ഇഷ്ടം പോലെ.
ദാ ഇത് ഞാൻ ആരുടെ ഇല്ലാത്താരണ്ടേ. വീടിന്റെ താക്കോലല്ലോ അച്ചോ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന നല്ലത്. ആ. ഡി, വാങ്ങിച്ചോ.